കുട്ടിക്കാലം മുതൽക്കേ അയ്യപ്പനെ പൂജിക്കണമെന്ന ആഗ്രഹം സഫലമായെന്ന ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ജനം ടിവിയോട് അയ്യനെ സേവിക്കാൻ കിട്ടിയ ഒരു വർഷം സൗഭാഗ്യമായി കരുതുന്നു. ഓരോ ഭക്തനും വ്രതം നോറ്റ് ഭക്തിയോടെ അയ്യനെ ദർശിക്കാൻ എത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. മേൽശാന്തിയായി അവരോധിക്കപ്പെട്ടു. ഇനി ഒരു വർഷക്കാലം അയ്യപ്പൻ്റെ സേവകനായി ശബരിമലയിലുണ്ടാവും. ഈ ഒരു സൗഭാഗ്യം ലഭിച്ചതിൽ അത് ആദ്യ നിമിഷം തന്നെ അങ്ങ് ജനം ടി വിക്ക് മുന്നിലേക്കാണ് എത്തിയത്. ഈ ഒരു വിവരം അറിഞ്ഞ് ഇപ്പോൾ മലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഭഗവാന്റെ ആ കാരുണ്യം, കടാക്ഷം. ഞാൻ ആദ്യം എന്ന് പറഞ്ഞിരുന്നു, ഞാനൊരു അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് ആദ്യം പൂജ തുടങ്ങിയത് കുട്ടിക്കാലത്ത്. അന്ന് മുതൽക്കേ അയ്യപ്പനോട് ഒരു സ്നേഹവും ഭക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ അയ്യപ്പനെ പൂജിക്കണം, ശബരിമല ധർമ്മശാസ്ത്രനെ പൂജിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് നമുക്കിന്ന് നിറവേറി. ഭഗവാനോട് നമ്മൾ ഭക്തിപൂർവ്വം, സ്നേഹപൂർവ്വം നമ്മൾ ഭക്തിയോട് എന്ത് പറഞ്ഞാലും അദ്ദേഹം സ്വീകരിക്കുന്നുള്ളതിന് ഒരു തെളിവാണ് എനിക്ക് കിട്ടിയ സൗഭാഗ്യം. നമ്മുടെ ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും പരമ്പരകളുടെയൊക്കെ അനുഗ്രഹമാണ് നമ്മുടെ പരദേവതകളെ, ദേശദേവതകൾ എല്ലാവരെയും. പിന്നെ നമ്മുടെ ഒരു നല്ല ഭക്തജന കൂട്ടായ്മ, എല്ലാ സ്ഥലത്തും അവരുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ നാട്ടിലുമൊക്കെ അവരുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തി ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നോ അത്രയും ശക്തി അതിന് കൂടും. എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ കൂടെ എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും ഒക്കെ ഒത്തു വന്നപ്പം എല്ലാ കടാക്ഷങ്ങളും ഒരുമിച്ചെത്തി. ഭഗവാന്റെ മേൽശാന്തിയെ ഇപ്പോൾ അവരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പരം എനിക്ക് ഈ ജന്മത്തെ മറ്റൊരു കാര്യമില്ല. അത് തന്നെ എൻ്റെ ജീവിത ലക്ഷ്യം. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം അത് സഫലമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും. അതെ, ഭഗവാനെ മന്ത്രതന്ത്രാദികളൊന്നും പഠിക്കാത്ത സമയത്തും ഞാൻ അവിടെ പൂജ ചെയ്യുവാന്നല്ല, അവിടെ അച്ഛനെ സഹായിക്കാനായിട്ട്. അത് ഭഗവാൻ, അത് നമ്മളോടുള്ള സ്നേഹം, ഇന്നത് നമുക്കത് നിറവേറിയ ആ സ്നേഹം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ, അതായത് സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ 2 പ്രാവശ്യം അങ്ങ് മേൽശാന്തിയായി വന്നു. അപ്പോൾ വീണ്ടും ശബരിമലയിലേക്ക് എത്തുകയാണ്. അതെ, നമ്മുടെ പ്രത്യക്ഷ ഈശ്വരനും ഗുരുവും ഒക്കെ നമ്മുടെ അമ്മയാണ് അല്ലേ? ആദ്യത്തെ ഗുരുനാഥൻ അമ്മ തന്നെയാണ്, സംശയമില്ല. നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ കണ്ണു തുറന്ന് കാണുന്നത് അമ്മയാണ്. കാരണം അമ്മ തന്നെയാണ്, ജഗതീശ്വരിയാണ്, നമ്മുടെ പ്രകൃതി എന്ന് ഭഗവതിയാണ്. ഒരു അമ്മയുടെ സവിധത്തിലാണ് നമ്മൾ തുടക്കം. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇത് ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ഗുരുനാഥൻ പറയാമായിരുന്നു ശബരിമല കൊടുക്കണമെന്നൊക്കെ. പക്ഷെ അന്ന് എനിക്കൊരു ധൈര്യക്കുറവ്. പക്ഷേ ആ ആറ്റിയാൽ പോയി ഭഗവതിയെ അവിടെ പൂജാതികർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പം എനിക്കൊരു ധൈര്യം എന്ന് വെച്ചാൽ ആത്മവിശ്വാസം. ആ ഭഗവതി കൂടെ ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അമ്മ ഒരു കരുതലുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കരുതൽ, അതെനിക്ക് കിട്ടി. അവസാനമായി കൊല്ലം ലക്ഷ്മീനട ക്ഷേത്രത്തിലായിരുന്നല്ലോ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അവസാനത്തെ ആ ഒരു കാലഘട്ടം, അതായത് ഈ ഒരു വിവരം അറിയുന്നതിന് മുമ്പുള്ള? അവസാനം നല്ല, ഞാൻ നേരത്തെ അവിടെ മേൽശാന്തിയായിട്ട് ഇരുന്നിട്ടില്ല, സഹായിക്കാനൊക്കെ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ദേവസ്വം ബോർഡ് ജോലി കിട്ടുന്നതിന് മുമ്പ്. അന്നേരം ആ ക്ഷേത്രമായിട്ട് എനിക്ക് പൂർവ്വമായിട്ടൊരു ബന്ധമുണ്ട്. അന്ന് നമ്മൾ അമ്മയോട് ചെയ്ത ആ പരിചരണമായിരിക്കും എന്നെ വീണ്ടും അവിടെ അമ്മ എത്തിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ മഹാലക്ഷ്മിയല്ലേ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം. ആ ഭഗവതി അയ്യപ്പനോട് ചേർന്ന് നമുക്കെല്ലാ ഐശ്വര്യം തന്നിരിക്കുകയാണ്. നേരം അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അയ്യപ്പനെ ദർശിക്കാനെത്തുന്ന ഓരോ ഭക്തജനങ്ങളോടും എന്താണ് പറയാനുള്ളത്? നമ്മൾ സ്നേഹപൂർവ്വം ഭക്തിയോടെ, ഭക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് കലികാലത്ത്. നാമജപത്തിന്, നാമഘോഷത്തോടെ, നാമജപത്തോടെ നമ്മൾ ഭഗവാന്റെ സന്നിധിയിലെത്തി 41 ദിവസം വ്രതമെടുത്ത് ആ ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി 18ാം പടി കയറി ആ ശ്രീലകത്തെ ഭഗവാനെ നമ്മൾ കണ്ട് സായുജ്യം അടയുക. അതിലുപരിയായിട്ട് നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയ രൂക്ഷമായ ഒരു വിഷയമാണ് നമ്മളിന്ന് പ്രകൃതി നേരിടുന്നത്. ശബരിമല എന്ന് പറയുമ്പം വളരെ വലിയ സങ്കേതമാണ്. വളരെ കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മളെല്ലാവരും ഓരോരുത്തരും പ്രത്യേകം മുൻകരുതലോടുകൂടി അത് ഉപേക്ഷിക്കുകയെങ്കിൽ നമ്മൾ ആ ഭഗവാനോട്, അല്ലെ പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരനോട് ചെയ്യുന്ന ഒരു നല്ല കർമ്മമായിരിക്കും. അതെല്ലാവരും അനുസരിച്ചാൽ അത് നന്നായിരിക്കും. എൻ്റെ ഒരു പ്രാർത്ഥനയാണ്.
തീർച്ചയായും അത് കാനനപാതയിൽ ആണ് ഭക്തജനങ്ങൾ എത്തുന്നത്. കാനന ക്ഷേത്രമാണ്. അപ്പോൾ അത് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് തന്നെ. അതെ അതെ, അത് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വരനാണ്. നമ്മുടെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അയ്യൻ ഈ പ്രകൃതി പ്രപഞ്ചത്തിൻ്റെയൊക്കെ ഈശ്വരനാണ്. നമ്മൾ പ്രകൃതിയെ കൂടെ നമ്മൾ സംരക്ഷിച്ചെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് നമ്മൾ ഓരോ സ്വാമിമാരും അയ്യപ്പന്മാരും അതുപോലെ ഓരോ വ്യക്തികളും നമ്മളതിന് പരിശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. തീർച്ചയായും അദ്ദേഹം അക്കാര്യം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ അത് പ്ലാസ്റ്റിക് ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഭക്തിയോടുകൂടി അയ്യപ്പനെ ദർശിക്കാനായി എത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം മനോജ്, ജനം, സന്നിധാനം.